പ്രിയമുള്ള പ്രേക്ഷകരെ, പമ്പാ വിളക്കിന്റെ തത്സമയ സംപ്രേഷണം വീണ്ടും ആരംഭിക്കുന്നു. ഒലിപ്പുറം കടവിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഭക്തജനങ്ങൾ. ആഘോഷയാത്ര ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവിടെ വിളക്ക് തെളിയിക്കും. അതിന്റെ തത്സമയ ദൃശ്യങ്ങൾ സാക്ഷിയുടെ പ്രേക്ഷകർക്കായി തത്സമയം ഞങ്ങൾ സംപ്രേഷണം ചെയ്യുന്നു. സ്വാമിയേ ശരണമയ്യപ്പ. പാട്ടുപുരയ്ക്കൽ ശ്രീ കുഞ്ഞയ്യപ്പ സ്വാമി ക്ഷേത്രത്തിലെ മകരവിളക്ക് മഹോത്സവത്തിന്റെ പമ്പാ വിളക്ക് ദിവസമായ ഇന്ന് ക്ഷേത്ര തിരുസന്നിധിയിൽ നിന്നും ആരംഭിച്ച പമ്പാ വിളക്ക് ഘോഷയാത്ര ഒലിപ്പുറം കടവിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഉപദേശക സമിതിയുടെ പ്രസിഡന്റായ ശ്രീ കെ രാധാകൃഷ്ണപിള്ള പത്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ വാർഡ് മെമ്പറുകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരും കൂടി പരിപാടിയിൽ പങ്കുകൊള്ളണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ബഹുമാന്യരായ ഭക്തജനങ്ങളെ, ശബരിമലയുടെ രൂപവും ഭാവവുമുള്ള ചടയമംഗലം ശ്രീ കുഞ്ഞയ്യപ്പ ക്ഷേത്രത്തില് മകരവിളക്ക് മഹോത്സവം വളരെ സുഗമമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒലിപ്പുറം കടവിലെ നിവാസികൾ ഈ മഹോത്സവത്തിന് ഭക്തിനിർഭരമായും മാറ്റുകൂട്ടുന്നതിനുമായും അനേകം വർഷങ്ങളായി ഉച്ചയ്ക്ക് പമ്പുവിളക്ക് ദിവസം ഉച്ചയ്ക്ക് അന്നദാനം കൊടുക്കുകയും അതോടൊപ്പം തന്നെ പമ്പുവിളക്ക് തെളിയിക്കുകയും ചെയ്യുന്നത് നാം മനസ്സിലാക്കിയിട്ടുള്ളതാണ്. എന്നാൽ 1-2 വർഷങ്ങളായി ഇതിന് കുറച്ചുകൂടി ക്ഷേത്ര കമ്മിറ്റിയുമായ ഒരു ബന്ധവും ദേവസ്വം ബോർഡുമായ ഒരു ബന്ധവും ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചതിന്റെ പരിണതഫലമായിട്ടാണ് പമ്പ നിവാസികളെന്ന് നമുക്ക് ബഹുമാനിക്കാവുന്ന ഒലിപ്പുറം കടവിലെ നടുക്കു നിവാസികൾക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു ഘോഷയാത്ര തന്നെ സന്ധ്യയ്ക്ക് ഈ കുഞ്ഞയ്യപ്പ ക്ഷേത്രത്തിൽ നിന്നും ഇവിടെ എത്തി പമ്പവിളക്ക് തെളിയിക്കുന്ന മഹനീയമായ ചടങ്ങ് നടത്തണം എന്ന് പല സ്ഥലങ്ങളിലുള്ള ഭക്തജനങ്ങളിൽ നിന്നും അഭിപ്രായം ലഭ്യമായതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു ചടങ്ങ് നാം നടത്തുന്നത്. ശബരിമലയിലെ പമ്പയെ ഓർമ്മിക്കുന്ന തരത്തില് വളരെ ഭക്തിനിർഭരമായ ഒരു ചടങ്ങായി ഇത് വിജയിപ്പിക്കുവാൻ എല്ലാവരുടെ ഭാഗത്തു നിന്നും സഹകരണം ഉണ്ടായത് വളരെ നന്നായി നാം കാണുന്നു. ഇപ്പോൾ കാണുന്ന ഈ ഭൗതിക സാഹചര്യങ്ങളെല്ലാം ഇവിടെ മാറും. ആവശ്യമായ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം ഇവിടെ നടക്കും. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ നിവാസികളുടെ ആഗ്രഹപ്രകാരം തന്നെ ഈ ചടങ്ങ് മകരവിളക്ക് മഹോത്സവത്തിന്റെ വളരെ ഉത്തമമായ ഒരു ചടങ്ങായി വളരുന്നതിന് നമുക്ക് സാധിക്കുന്നതാണ്. നിങ്ങൾ ഏവരുടെയും പരിപൂർണമായ സഹായ സഹകരണങ്ങളാണ് ഇത്തരം ചടങ്ങുകൾക്ക് അനിവാര്യമായിട്ടുള്ളത്. അധികം ദീർഘിപ്പിക്കുന്നില്ല. ഇത്തരത്തില് ഒരു ചടങ്ങ് ഇവിടെ സംഘടിപ്പിച്ച ഇതിന്റെ ഭാരവാഹികൾക്കും അതോടൊപ്പം തന്നെ പ്രവർത്തകർക്കും ക്ഷേത്ര കമ്മിറ്റിയുടെ എല്ലാവിധ അഭിനന്ദനങ്ങളും രേഖപ്പെടുത്തുന്നു. ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അടുത്തായി വാർഡ് മെമ്പർ അഡ്വക്കേറ്റ് ഉഷാ ബോസ് നമ്മളോട് സംസാരിക്കുന്നത്. ഭദ്രയാണ് കഴിഞ്ഞിട്ട് സംസാരിക്കുന്നത്.
ഭക്തജനങ്ങൾ പമ്പാ വിളക്ക് തെളിയിക്കുന്ന ദൃശ്യമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്വാമി ശരണയ്യപ്പ ശരണയ്യപ്പ. കഴിഞ്ഞ വർഷം ഇതേ സമയം ഈ ഘോഷയാത്ര നടന്നപ്പോഴത്തേക്ക് നമുക്ക് ആ മുൻ മെമ്പർ ഈ റോഡില് ആൾക്കാർക്ക് ഇറങ്ങി വരും എന്നുള്ള സൗകര്യം ഒരുക്കി തരും എന്ന് പറഞ്ഞിട്ട് ഇന്നേ വരെയും ആ ഒരു സൗകര്യം ഉണ്ടായിരുന്നു. മുൻ മെമ്പറാണ്, ഇപ്പോഴത്തെ മെമ്പറല്ല. ഭക്തജനങ്ങൾ ഒലിപ്പിക്കടവിൽ പമ്പാ വിളക്ക് തെളിയിച്ചതിന്റെ തത്സമയ ദൃശ്യമാണ് സാക്ഷി TV പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഒട്ടേറെ അതിശയത്തോടുകൂടി ഒരുപാട് അത്ഭുതത്തോടുകൂടി നോക്കിക്കണ്ട ഒരാഘോഷമായിരുന്നു ഈ മകരവിളക്ക് മഹോത്സവം. എല്ലാ ജാതിയിലുമുള്ള ആൾക്കാരുടെ സഹകരണത്തോടെ ഒരുപാട് മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് ധാരാളമുള്ള ജനപങ്കാളിത്തത്തോടുകൂടി നടത്തി വന്ന ഈ ആഘോഷം ഓരോ ദിവസം കഴിയുന്നതോറും, അതായത് ഓരോ വർഷം കഴിയുന്നതോറും ഈ ആഘോഷത്തിന്റെ മാറ്റം കൂടിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തില് നമ്മുടെ നടുകുന്ന് നിവാസികളാണ് ഈ പമ്പ വിളക്കും പമ്പ സദ്യയും സംഘടിപ്പിക്കുന്നത്. ഒരുപാട് സന്തോഷത്തോടുകൂടി തന്നെയാണ് ഇന്ന് ഈ വേദിയില് ഈ അവസരത്തില് ഞാൻ നിൽക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഇന്ന് ഇവിടെ നൃത്ത പരിപാടി അവതരിപ്പിച്ച നമ്മുടെ വയനാട് നിന്ന് വന്ന കുട്ടികൾക്ക് ഒരു പ്രത്യേക അഭിനന്ദനം കൂടി അറിയിക്കുകയാണ്. തുടർന്നുള്ള വർഷങ്ങളിലും വളരെ എല്ലാവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭക്തജനങ്ങളെ ഇത്ര അമ്പചീയമാക്കി തന്ന ഈ നാട്ടിലെ മുഴുവൻ ഭക്തജനങ്ങൾക്കും പമ്പാ സദ്യ കമ്മിറ്റിയുടെ പേരിലും പുണ്യക്ഷേത്ര കമ്മിറ്റിയുടെ പേരിലും 1000 നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. തുടർന്ന് വരുന്ന എല്ലാ വർഷങ്ങളിലും ഇതുപോലെ വലിയ പങ്കാളിത്തവും ഒലിപ്പുറക്കടവിൽ ഭക്തജനങ്ങൾ പമ്പ വിളക്ക് തെളിയിച്ചതിന്റെ തത്സമയ ദൃശ്യമാണ് സാക്ഷി TV പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഭക്തിനിർഭരമായ ഒരു വലിയ ചടങ്ങാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. കൈകൊട്ടുകളി വീണ്ടും ആരംഭിക്കുകയാണ്. എല്ലാ ഭക്തജനങ്ങളും അതാത് സ്ഥലത്ത് ഭക്തിപരമായ ഈ അന്തരീക്ഷത്തിൽ ഞങ്ങളോടൊപ്പം സഹകരിക്കണമെന്ന് വിനയപുരസ്സരം ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. ഈ തത്സമയ സംരക്ഷണവും ഇവിടെ പൂർണ്ണമാകുന്നു. സാക്ഷിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം, ഉത്സവ ആശംസകൾ. ഈ പരിപാടിയുടെ പരിപൂർണ വിജയത്തിനായി എല്ലാ ഭക്തജനങ്ങളും ആത്മാർത്ഥമായി ഞങ്ങളോട് സഹകരിക്കണമെന്ന് വിനീതമായി ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. കൈകൊട്ടുകളി വീണ്ടും ആവർത്തിക്കുന്നു. എല്ലാവരും സഹകരിക്കുക. നന്ദി, നമസ്കാരം. അത് കൊള്ളാലോ. അങ്ങോട്ട് തള്ളിവിടാക്കില്ല, പോകില്ലേ?
അത് പോവൂലേ? കടപ്പുറത്ത്